ഈ കേരളത്തിൽ കഴിഞ്ഞ 47 വർഷങ്ങളിൽ CPM-ന് RSSന്റെ കൊലക്കത്തിക്കിരയായി നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം 198ആണ്. തിരിച്ചൊരു കണക്ക് പറയാൻ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേരളത്തിലെ RSSന്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലക്കത്തിക്കിരയായത് CPM-ന്റെ രക്തസാക്ഷികളാണ്. എന്നാൽ മറുഭാഗത്ത് KPCC അധ്യക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, RSSും കോൺഗ്രസുമായിട്ട് സംഘർഷം ഉണ്ടായതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നും എല്ലാ കാലത്തും ആര് സന്ധി ചെയ്തു എന്നുള്ളത് ആ ഒറ്റ വാക്കിൽ നിന്ന് വായിച്ചെടുത്തൂടെ? ഞാൻ പറഞ്ഞതല്ല, KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് K. സുധാകരൻ പറഞ്ഞതാ. ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത് ഒരൊറ്റ KPCC അധ്യക്ഷനേ ഉള്ളൂ. അത് KPCC അധ്യക്ഷനാവുന്നതിന് മുൻപാണ്, K. സുധാകരനാണ്. അത് അഭിമാനപൂർവ്വം പറഞ്ഞു കോൺഗ്രസിന്റെ നേതാവ്. പക്ഷേ CPM-ൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയി എന്നുള്ള വിവരം? അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷികൾ RSSുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഉണ്ടായത് CPM-നാണ്. ഞാൻ കണക്ക് പറഞ്ഞു, 198 പേർ. കഴിഞ്ഞ 6 വർഷങ്ങളിൽ മാത്രം 17 പേർ. മറുഭാഗത്ത് എന്തുണ്ട് കണക്ക്? രക്തസാക്ഷികൾ ഉണ്ടാവണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. ആരെയാണ് നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ക്വസ്റ്റ്യൻ, അത് ഒന്ന്. രണ്ടാമത്തത് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും എടുക്കൂ. അവിടെ BJP 10 വർഷം കൊണ്ട് അടയാളപ്പെടുത്തിയ വളർച്ച ശരാശരി 40% എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയുണ്ടായിരുന്നോ അതിന്റെ പാതിയോളം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് പരിശോധിക്കുക. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14.91%. 10 വർഷം കേരളം ഇടതുമുന്നണി ഭരിച്ചു. BJPയുടെ വോട്ട് പെർസെൻറ്റേജിൽ ഉണ്ടായ മാറ്റം എത്രയാ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പരിശോധിച്ചാൽ 14.73. കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അതായത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് 2016 ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടി കുറഞ്ഞ നിലയിലാണ്. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലോ അവിടെ BJP വളർന്നു എന്ന് മാത്രമല്ല, ബീഹാറിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അപ്പാടേ ഇറങ്ങി BJP ക്യാമ്പിലേക്ക് പോയി. അരുണാചൽ പ്രദേശിലാണെങ്കിൽ 43 42 MLA-മാരും പോയി. പാർട്ടി തന്നെ BJP ആയി മാറി കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഞാൻ കണക്ക് വെച്ചാ പറയുന്നത്. 2021 ഈ സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ 2016 BJPക്ക് കിട്ടിയ 14.91% നിന്ന് 2021 ഇത് 12.71% കുറഞ്ഞു. കേരളത്തിൽ വേറെ ഏത് സംസ്ഥാനത്താണ് BJPയുടെ വോട്ട് വിഹിതം ഒരു സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ ഇത്രയും കുറഞ്ഞിരിക്കുന്നത്? കണക്കെന്ന് പറഞ്ഞേ. അപ്പോൾ കേരളത്തിൽ ആരാണ് BJPയെ നേരിടുന്നത് എന്ന ചോദ്യത്തിന്റെ 2 കണക്കുകളാണ് ഞാൻ പറഞ്ഞത്.